നമസ്കാരം, വെൽക്കം ടു രസതന്ത്ര അക്കാദമി. ഡെവലപ്പ് യുവർ കെമിസ്ട്രി വിത്ത് കെമിസ്ട്രി മൈസെൽഫ് ആനി സ്മിത. നമ്മളിന്ന് +1 സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കുന്നത്. ആറ്റം മോഡൽസ്. 2 ആറ്റം മോഡൽസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം, റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. സബാറ്റമിക് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ഡിസ്കവർ ചെയ്തതെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിനായിട്ടും പഠിച്ചത് അല്ലേ. ആനോഡ് റേ പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ്, കാഥോഡ് റേ പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഡിസ്കവറിക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 2 ആറ്റം മോഡൽസ് പ്രപ്പോസ് ചെയ്യപ്പെട്ടത്. ഇവർ രണ്ടുപേരും ഇന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന മോഡൽസ് അല്ല, എങ്കിലും നമുക്ക് വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ആറ്റം മോഡൽസൊക്കെ വന്നത് എന്നുള്ളത് പഠിക്കണം. അപ്പോൾ ആദ്യം വന്നത് ജെ തോംസൺ, ഇലക്ട്രോൺസ് കണ്ടുപിടിച്ച ആൾ തന്നെയാണ് ഈ പ്ലം പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ ജെ തോംസൺസ് വാട്ടർമെലൺ മോഡൽ, റേസിൻ പുഡിംഗ് മോഡൽ, അങ്ങനെ 2-3 പേരുകളിൽ ഈ ആറ്റം മോഡൽ അറിയപ്പെട്ടിരുന്നു. സോ ദി മാൻ ഹു പ്രപ്പോസ്ഡ് ഇറ്റ് വാസ് ജെ തോംസൺ. മോഡലിൻ്റെ പേര് പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡൽ പ്രകാരം ആറ്റം ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫിയർ ആണ്, അല്ലെങ്കിൽ ഒരു ഗോളമാണ്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫിയറിൽ മാസ് യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫിയറിൽ ഇലക്ട്രോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് പ്ലംസ് എങ്ങനെയാണോ പുഡിങ്ങിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ തണ്ണിമത്തനില്ലേ വാട്ടർമെലനിൽ സീഡ്സ് എങ്ങനെയാണോ എംബഡ് ചെയ്തിരിക്കുന്നത്, അതുപോലെയാണ് ഇലക്ട്രോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നമ്മുടെ ജെ തോംസന്റെ മോഡൽ ഓഫ് ആറ്റം ഇതാണ്. സ്ഫെറിക്കൽ ക്ലൗഡ് ഓഫ് പോസിറ്റീവ് ചാർജ്, അതിൽ ഇലക്ട്രോൺസ് എംബഡ് ചെയ്തിരിക്കുന്നു, ബ്ലൂ കളേർഡായിട്ട് ഇലക്ട്രോൺസ് എംബഡ് ചെയ്തിരിക്കുന്നു. ജെ തോംസന്റെ ആറ്റം മോഡൽ എങ്ങനെയാണ്? ഒറ്റൊരു സെൻറ്റൻസിൽ നമുക്ക് പറയാം. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ആൻ ആറ്റം ഇസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ഇൻ വിച്ച് ദി മാസ് ഇസ് യൂണിഫോം ആൻഡ് ദി നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബെഡഡ് ഇൻ ഇറ്റ് ലൈക്ക് ദി പ്ലംസ് ഇൻ എ പുഡിംഗ്. മനസ്സിലായല്ലോ? പ്ലം പുഡിംഗ് മോഡലിൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആറ്റത്തിൻ്റെ മാസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നാണ് ജെ തോംസൺ അസ്യൂം ചെയ്തത്. പക്ഷേ പിന്നീടുള്ള എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ആറ്റത്തിൻ്റെ മാസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല എന്നായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹെൻറി ബെക്യുറൽ എന്ന ഒരു സയൻറ്റിസ്റ്റ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചു. ആൽഫ റേസ്, ബീറ്റ റേസ്, ഗാമ റേസ് ഒക്കെ കണ്ടുപിടിച്ചു. ആൽഫ റേസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെന്നും അന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഈ ഫീൽഡ്, റേഡിയോ ആക്ടിവിറ്റി എന്ന ആ ഫീൽഡ് പിന്നീട് മാഡം ക്യൂറി, അതുപോലെ ഏർണസ്റ്റ് റൂദർഫോർഡ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കും. അങ്ങനെ ഏർണസ്റ്റ് റൂദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടുള്ള ചില എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തു. അങ്ങനെ കണ്ടക്ട് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റാണ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഇനി നമുക്ക് ഈ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻസ് എന്താണ്, അതിലൂടെ റൂദർഫോർഡ് കണ്ടെത്തിയ നിഗമനങ്ങൾ എന്തൊക്കെയാണ്, ആ നിഗമനങ്ങളുടെ ഭാഗമായിട്ട് റൂദർഫോർഡ് പ്രപ്പോസ് ചെയ്ത ന്യൂക്ലിയർ മോഡൽ, അതൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ 100 നാനോമീറ്റർ തിക്നെസ് ഉള്ള ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു. 100 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര തിന്നായിട്ടുള്ള ഒരു ഫോയിലാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഇസ്ന്റ് ഇറ്റ്? 100 നാനോമീറ്റർ തിക്നെസ്, 10⁻⁹ മീറ്റർ ആണ് 1 നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 100 നാനോമീറ്റർ ആണ്. 100 നാനോമീറ്റർ തിക്നെസ് ഉള്ള ഗോൾഡ് ഫോയിലിലൂടെ ആൽഫ പാർട്ടിക്കിൾസ് ബൊമ്പാർഡ് ചെയ്യുകയാണ് ചെയ്തത്.
ആൽഫ പാർട്ടിക്കിൾസ് ബൊംബാർഡ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. കാണാമല്ലോ നിങ്ങൾക്ക്. ആൽഫ പാർട്ടിക്കിൾ എമിറ്ററിൽ നിന്നും ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലിൽ പോയി ഇടിച്ചു. കാരണം പാർട്ടിക്കിൾസ് ആണല്ലോ. ആ ഗോൾഡ് ഫോയിലിൽ നിന്നും വന്ന ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ഡയറക്ഷൻ നമ്മളൊരു സർക്കുലർ ആയിട്ടുള്ള ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ വെച്ച് അതിലേക്ക് പതിപ്പിച്ചു. എന്നിട്ട് ഈ പതിച്ച ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ആംഗിൾസ് മെഷർ ചെയ്ത് നോക്കി. അപ്പോൾ കിട്ടിയ ഒബ്സർവേഷൻസ് ഇങ്ങനെയായിരുന്നു. നോക്കൂ, നിങ്ങൾക്ക് ആറ്റംസ് കാണാമല്ലോ. ഇതൊക്കെ ഗോൾഡ് ആറ്റംസ് ആണ്. ഗോൾഡ് ഫോയിലിലെ ഗോൾഡ് ആറ്റംസ്. ആ ഗോൾഡ് ആറ്റംസിലൂടെ മിക്കവാറും ആൽഫ പാർട്ടിക്കിൾസ് കടന്നുപോയി. യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് കടന്നുപോയി. വളരെ കുറച്ച് ഗോൾഡ് ആറ്റംസ് ആൽഫ പാർട്ടിക്കിൾസ് ചെറിയ ആംഗിൾസിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. അതിലും കുറച്ച് വളരെ 1-2 പാർട്ടിക്കിൾസ് ആൽഫ റേ പാർട്ടിക്കിൾസ് അതേ ഡയറക്ഷനിൽ തിരിച്ചു വന്നു, ബൗൺസ്ഡ് ബാക്ക്. ഈ ഒബ്സർവേഷൻസിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ എന്താണെന്നുള്ളത് റുദർഫോർഡ് എക്സ്പ്ലെയിൻ ചെയ്തു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻസ് നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ എന്നാണല്ലോ പറഞ്ഞത്. മിക്കവാറും പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലിലൂടെ കടന്നു പോയതിൻ്റെ കാരണം എന്തായിരിക്കും? ആറ്റത്തിലുള്ള സ്പേസ്, ഭൂരിഭാഗം സ്പേസും എംപ്റ്റി ആണ്. അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് ആൽഫ പാർട്ടിക്കിൾസ് കടന്നുപോയത്. രണ്ടാമത്തെ ഒബ്സർവേഷൻ, കുറച്ച് പാർട്ടിക്കിൾസ് ചെറിയ ആംഗിളിലൂടെ ഡിഫ്ലക്റ്റ് ചെയ്തു പോയി എന്നാണല്ലോ. അവരുടെ ഡയറക്ഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. അതിൻ്റെ കാരണം സെൻറ്ററിൽ, ആറ്റത്തിൻ്റെ സെൻറ്ററിൽ എന്തോ ഒരു റിപ്പൾസീവായിട്ടുള്ള ഫോഴ്സ് ഉണ്ടെന്നാണ്. അതിൻ്റെ അർത്ഥം ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പോസിറ്റീവ് ചാർജായിട്ട് എന്തോ ഒന്ന് നമ്മുടെ ആറ്റത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെറുതായിട്ട് ഒന്ന് ഡീവിയേറ്റ് ചെയ്തത്. ഇനി മൂന്നാമത്തെ റിസൾട്ട് എന്തായിരുന്നു? ഒബ്സർവേഷൻ എന്തായിരുന്നു? വളരെ കുറഞ്ഞ എണ്ണം ആൽഫ പാർട്ടിക്കിൾസ് അതേ ഡയറക്ഷനിൽ ബൗൺസ് ബാക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം ഇത് നേരെ പോയിട്ട് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു കോറിൽ പോയി പതിച്ചിട്ടുണ്ടാവണം. ഡയറക്റ്റായിട്ട് പോയി പതിച്ചിട്ടുള്ള ആൽഫ റേ പാർട്ടിക്കിൾസ് ആണ് തിരിച്ചതേ ഡയറക്ഷനിൽ ബൗൺസ് ബാക്ക് ചെയ്തത്. പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് റിപ്പൽ ചെയ്യുമല്ലോ തമ്മിൽ. അപ്പോൾ ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഡെൻസ് ആയിട്ടുള്ള ഒരു ഹെവി ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഭൂരിഭാഗം സ്പേസും എംപ്റ്റി ആണ്. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസ് എന്നുള്ള വാക്ക് കോയിൻ ചെയ്തത് റുദർഫോർഡ് ആണ് കേട്ടോ. അപ്പം ആ ന്യൂക്ലിയസ് ഹെവി ആണെന്നാണ് മൂന്നാമത്തെ റിസൾട്ട് പറഞ്ഞത്. ആ ഡെൻസ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കോറിൽ പോയി പതിച്ച പാർട്ടിക്കിൾസ് ആണ് അതേ ഡയറക്ഷനിൽ പോയി തിരിച്ചു വന്നത് അല്ലേ. അപ്പോൾ ഒരു ചെറിയ വോളിയത്തിലാണ് ഈ പോസിറ്റീവ് ചാർജ് ഉള്ളത് എന്നുള്ളത് മനസ്സിലായി. ദ സ്പേസ് ഇൻസൈഡ് ദി ആറ്റം വേർ ദർ ഇസ് എ കോൺസെൻട്രേഷൻ ഓഫ് പോസിറ്റീവ് ചാർജസ് ഡെൻസ് എന്ന് മനസ്സിലായി. ഡെൻസ് ആണ്, അതുകൊണ്ട് അത് ഹെവി ആണ്. പിന്നീട് കാൽക്കുലേഷൻസ് പറഞ്ഞത് ഒരു ആറ്റത്തിൻ്റെ റേഡിയസ് 10⁻⁻10 മീറ്റർ എന്നാണ്. അതുപോലെ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് 10⁻⁻15 മീറ്റർ. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ യഥാർത്ഥ പിക്ചർ കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ നമ്മളൊരു ക്രിക്കറ്റ് ബോളായിട്ട് സങ്കല്പിച്ചാൽ ആ ന്യൂക്ലിയസിൽ നിന്നും ഒരു 5 കിലോമീറ്റർ കേട്ടോ, 5 കിലോമീറ്റർ ദൂരെയാണ് ആറ്റത്തിൻ്റെ ബൗണ്ടറി കിടക്കുന്നത്. ഒന്ന് ഇമാജിൻ ചെയ്യൂ. സോ ദാറ്റ് ഈസ് ഹൗ ഈ ക്രിക്കറ്റ് ബോളിൻ്റെയും 5 കിലോമീറ്റർ റേഡിയൽ ഡിസ്റ്റൻസിൻ്റെയും ഉള്ളിലുള്ള സ്പേസ് മുഴുവൻ സത്യത്തിൽ എംപ്റ്റി ആണ്. മിക്കവാറും സ്പേസ് എംപ്റ്റി ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് അതിന് ചുറ്റും മൂവ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഈ ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇലക്ട്രോൺസ് മാസ്ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ.
പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോൺ ഇസ് നിയർലി മാസ്ലെസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിലൂടെ കൊണ്ടുവന്ന കൺക്ലൂഷൻസ്, നമ്മൾ റീച്ച് ചെയ്ത കൺക്ലൂഷൻസ്. അപ്പോൾ ഈ കൺക്ലൂഷൻസ് വെച്ചിട്ട് റൂദർഫോർഡ് പുതിയൊരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു, വിച്ച് ഇസ് നോൺ ആസ് ദി ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. ന്യൂക്ലിയസ് എന്നുള്ള ടേം, പുതിയൊരു ടേം കോയിൻ ചെയ്തതുകൊണ്ട് അതിനെ ന്യൂക്ലിയർ മോഡൽ എന്ന് വിളിച്ചു. കൂടാതെ പ്ലാനറ്ററി മോഡൽ എന്നൊരു പേരും കൂടെ ഈ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ സിസ്റ്റത്തിൽ പ്ലാനറ്റ്സ് എങ്ങനെയാണോ സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്, അതേപോലെയാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. സോ വി വിൽ സീ വാട്ട് ഇസ് ദിസ് ന്യൂക്ലിയർ മോഡൽ. ന്യൂക്ലിയർ മോഡൽ പ്രപ്പോസ്ഡ് ബൈ ഏർനെസ്റ്റ് റൂദർഫോർഡ്. ഏർനെസ്റ്റ് റൂദർഫോർഡ്. റൂദർഫോർഡ്സ് മോഡലിൻ്റെ ന്യൂക്ലിയർ മോഡലിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് നോക്കാം നമുക്ക്. ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് ഇതാണ്. ദി പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ വോള്യൂം കോൾഡ് ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ആ സ്പേസിലാണ് എന്തുള്ളത്, പോസിറ്റീവ് ചാർജും മോസ്റ്റ് ഓഫ് ദി മാസും, ആറ്റത്തിൻ്റെ ഭൂരിഭാഗം മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ വോള്യത്തിലാണ്. ആ വോള്യത്തെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് എന്താണ്? The nucleus have electrons revolving around it in circular orbits. Okay, അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സർക്കുലർ ആയിട്ടുള്ള ഓർബിറ്റ്സിൽ മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്. ഈ ഇലക്ട്രോൺസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? സോളാർ സിസ്റ്റത്തിൽ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെയാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതാണ് ആറ്റത്തെ സ്റ്റേബിളാക്കി നിലനിർത്തുന്നത്. സോ ദീസ് വെർ ദി പോസ്റ്റ്ലേറ്റ്സ്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് എന്താണ്? ആറ്റത്തിലെ ഭൂരിഭാഗം മാസും പോസിറ്റീവ് ചാർജും ചെറിയൊരു വോള്യത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ വോള്യത്തിൻ്റെ പേരാണ് ന്യൂക്ലിയസ്. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ ഓർബിറ്റ്സിൽ മൂവ് ചെയ്യുന്നു. തേർഡ് പോസ്റ്റ്ലേറ്റ് എന്താണ്? ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. മനസ്സിലായല്ലോ? റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. കണ്ടോ? സർക്കുലർ പാത്തുകളിൽ പിങ്ക്, ബ്ലൂ, ഗ്രീൻ കളറിലൊക്കെ ഇലക്ട്രോൺസ്, നടുക്കത്തെ ആ യെല്ലോ കളേർഡ് പാർട്ടാണ് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കും റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. ഇനി ഈ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ റൂദർഫോർഡിൻ്റെ മോഡലും പെർഫെക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് റൂദർഫോർഡ്സ് ആറ്റം മോഡൽ. ആദ്യത്തെ ലിമിറ്റേഷൻ ഇതായിരുന്നു. ആ ഇടയ്ക്ക് ജെയിംസ് മാക്സ്വെൽ എന്ന ഒരു ശാസ്ത്രജ്ഞൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഡിസ്കവർ ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു. അപ്പോൾ ആ പ്രോപ്പർട്ടീസിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രപ്പോസ് ചെയ്തു. തിയറി ഇതാണ്: ആക്സിലറേറ്റിംഗ് ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അവർ എനർജി നഷ്ടപ്പെടും. ആ എനർജി നഷ്ടപ്പെടുന്നത് എന്തിൻ്റെ രൂപത്തിലാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ രൂപത്തിലാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രോൺസ് ചാർജ്ഡ് ആണ്. അത് ന്യൂക്ലിയസിന് ചുറ്റും ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു മോഷനിലാണുള്ളത്. അപ്പോൾ അവർക്കും ഇതുപോലെ എനർജി നഷ്ടപ്പെട്ട് അതൊരു സ്പൈറൽ മോഷനിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പോയി വീഴും. ഇലക്ട്രോണിൻ്റെ സ്പൈറൽ മോഷൻ ഈ കാണുന്നതാണ്. അത് സ്പൈറൽ ചെയ്ത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പോയി 10⁻⁻8 സെക്കൻഡ്സിൽ, അത്രയും ചെറിയൊരു സമയത്തിനുള്ളിൽ പോയിട്ട് വീഴും. അപ്പം അതോടെ ആറ്റം അൺസ്റ്റേബിളായി മാറും. ആറ്റം ഇസ് നോട്ട് സ്റ്റേബിൾ എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ഇത് റൂദർഫോർഡിൻ്റെ മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. പ്ലാനറ്റ്സിന് ഇത് സംഭവിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനറ്റ്സ് ചാർജ്ഡ് അല്ലല്ലോ, പക്ഷേ ഇലക്ട്രോൺസ് ചാർജ്ഡ് ആണ്.
ഇപ്പോൾ ഇലക്ട്രോൺസ് ഇനി മൂവ് ചെയ്യുന്നില്ല, സ്റ്റേഷനറി ആണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഡെൻസ് ആയിട്ടുള്ള ന്യൂക്ലിയസ് അല്ലേ ഉള്ളത്. അപ്പോൾ ഡെൻസ് ആയിട്ടുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ഈ വെറുതെ നിൽക്കുന്ന ഇലക്ട്രോൺസിനെ പിടിച്ച് വലിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോഴും ഇടും. അപ്പോൾ വിൽ ഗോ ബാക്ക് ടു ദി പ്ലം പുഡിംഗ് മോഡൽ. അപ്പോൾ അതും തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതും സാധ്യമല്ല. അപ്പോൾ ഇത് രണ്ടും ഒരു ഡ്രോബാക്സ് ആണ്, റൂദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങൾ. ഇനി മൂന്നാമതൊരു ഡ്രോബാക്ക് ഉണ്ട്, അതായത് ന്യൂക്ലിയസിന് ചുറ്റും എങ്ങനെയാണ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റൂദർഫോർഡ് മോഡലിൽ എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഡ്രോബാക്സ്. ഫസ്റ്റ് ഡ്രോബാക്ക്, അക്കോർഡിംഗ് ടു മാക്സ്വെൽസ് തിയറി, charged accelerating particles should emit radiations, lose their energy. In the same way, electrons being charged particles should lose energy and spiral into the nucleus in less than 10 raised to minus 8 seconds. This is not happening. Second drawback, if the electrons were to be stationary, the strong nuclear force of attraction will pull the electrons into the nucleus, giving back the plum pudding model, which is not correct. The third drawback is that Rutherford's model cannot explain the arrangement of electrons around the nucleus in the atom. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ബോർ മോഡൽ, നമുക്കിനി പഠിക്കാനുള്ള മോഡൽ ബോർ മോഡലാണ്. ബോർ മോഡലിലേക്കുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.